ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നുള്ളത് നമുക്കുള്ള ഏറ്റവും വലിയ പ്രോമിസാ. കാര്യം എന്താണെന്നറിയാമോ? അവൻ ഫിനിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് 3-ാം ദിവസം കഴിഞ്ഞ് പുറത്തു വന്നേ. എൻ്റെ കർത്താവ് പുറത്തു വന്നേ. റോമാലേഖനം അതുകൊണ്ടാണ് പറയുന്നത്, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ഒരു പദം ദാവീദ് എഴുതി വെച്ചേക്കുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ. എൻ്റെ ചോദ്യം, ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു കർത്താവ് ദാവീദിന്റെ ഡയലോഗ് കോപ്പി അടിച്ചാണോ? ക്രൂശിൽ നിവർത്തിയായി എന്ന് പറയുന്നതിന് മുൻപുള്ള ലാസ്റ്റ് ഡയലോഗ്. ഒരു മൂവിക്ക് ഒരു സ്റ്റോറി എഴുതുമ്പോൾ ആ സ്റ്റോറിക്കകത്ത് ഡയലോഗ് എഴുതുന്നത് പോലെ 22-ാം സങ്കീർത്തനം ദാവീദ് എഴുതി വെച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. ക്രൂശിനെ ഇന്ന് ഞാൻ വരച്ചു കാണിക്കുമ്പോൾ പ്രിയരെ, എന്തിനാ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യം, ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്ത ഒരുവൻ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് അവൻ ടെറ്റലസ്റ്റായി എന്ന് പറഞ്ഞ് നിവർത്തിച്ചതായിരുന്നില്ല. അവൻ നിവർത്തിച്ചതെന്തോ അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ടി ചിലത് കൈമാറിയെങ്കിൽ. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് റോമാലേഖനം എഴുതി വെച്ചൊരു പദമുണ്ട്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളെയും തന്റെ മർത്യ ശരീരത്തോട് കൂടെ അവൻ വന്നു ജനിപ്പാനുള്ള ജനത്തോട് നിവർത്തിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന ഒരു പദം, ആമേൻ, അവന്റെ നീതിയെ വർണ്ണിക്കുന്ന രീതിയിൽ ചിലരോട് പറയണം, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ചെല്ലെന്ന് പറഞ്ഞേ, ആമേൻ, എൻ്റെ കർത്താവ് ക്രൂശിൽ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു. 7-ാം ദിവസം സ്വസ്ഥമായെന്ന് പറയുന്നത് പോലെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു. ആമേൻ. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നുള്ളത് നമുക്കുള്ള ഏറ്റവും വലിയ പ്രോമിസാ. കാര്യം എന്താണെന്നറിയാമോ? അവൻ ഫിനിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് 3-ാം ദിവസം കഴിഞ്ഞ് പുറത്തു വന്നേ. എൻ്റെ കർത്താവ് പുറത്തു വന്നേ.